ഹായ് ഓൾ, ഇന്ന് നമ്മൾ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ എൻ ആർക്ക് ഓഫ് എ സർക്കിൾ ആണ് പഠിക്കുന്നത്. എ ക്യു ബി, ഇവിടെ ക്യൂ ആണെങ്കിൽ എ ക്യു ബി ഈസ് മൈനർ ആർക്ക്. എ പി ബി പറഞ്ഞാൽ മേജർ ആർക്കാണ്. നമ്മളുടെ കയ്യിൽ രണ്ട് കോഡ്സ് ഉണ്ട്, എ ബി എന്ന് പറഞ്ഞതും സി ഡി എന്ന് പറഞ്ഞതും. സി ഡി എന്ന് പറഞ്ഞതും എ ബി എന്ന് പറഞ്ഞതും രണ്ട് കോഡ്സ് ഉണ്ട്. അപ്പൊ എ ബി ഈക്വൽ ടു സി ഡി ആണെങ്കിൽ, ഇഫ് എ ബി ഈക്വൽ ടു സി ഡി, then the arcs are more than equal in length. They are congruent. നമുക്ക് രണ്ട് ആർക്ക് കിട്ടിയിട്ടുണ്ട്, സി ഡി എന്ന് പറഞ്ഞതും എ ബി എന്ന് പറഞ്ഞതും. ഇവിടെ നമുക്ക് പി എന്ന് പറയാം, ഇവിടെ ക്യൂ എന്ന് പറയാം. അപ്പൊ ആർക്ക് സി പി ഡി എന്ന് പറയുന്നതും ആർക്ക് എ ക്യു ബി എന്ന് പറയുന്നതും ഈക്വലും ആയിരിക്കും, അത് കോൺഗ്രുവൻ്റ് ആയിരിക്കും. കോൺഗ്രുവൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ മേലെ വെച്ചാൽ അത് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നതാണ് പറയാം. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. ഇഫ് ടു കോർഡ്സ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ, then their corresponding arcs are congruent. എന്താ പറയുന്നത്? രണ്ട് കോഡ് തന്നിട്ടുണ്ട്, അത് ഈക്വൽ ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആർക്സ് ആർ കോൺഗ്രുവന്റ്. ഇപ്പൊ പറഞ്ഞു, തൊട്ട് മുന്നേ പറഞ്ഞ കാര്യമാണ് ഇവിടെ എഴുതി വെച്ചത്. അതിന്റെ കോൺവേഴ്സ് ആയിട്ട് എന്താ? ഇഫ് ടു ആർക്സ് ആർ കോൺഗ്രുവന്റ്, രണ്ട് ആർക്ക് തന്നിട്ടുണ്ട്, അത് കോൺഗ്രുവന്റ് ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് കോഡ്സ് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയാം. മൈനർ ആർക്ക് സബ്റ്റൻസ് ദ ആംഗിൾ എന്നാണ് പറയാം. മേജർ ആർക്ക് സബ്റ്റൻസ് ദ റിഫ്ലക്സ് ആംഗിൾ. എന്താ പറയുന്നത്? ഇത് നമ്മളുടെ മൈനർ ആർക്ക് എ ബി സി എന്ന് പറയുന്നത് മൈനർ ആർക്കും എ ഡി സി എന്ന് പറയുന്നത് മേജർ ആർക്കും. മൈനർ ആർക്ക് എ ബി സി, മേജർ ആർക്ക് എ ഡി സി. അത് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ ഏതാ? ഇത് മൈനർ ആർക്ക് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ θ1. θ1 ആണ് നമ്മളുടെ ആംഗിൾ എങ്കിൽ ഇത് θ2 അതെന്തായിരിക്കും? റിഫ്ലക്സ് ആംഗിൾ ആയിരിക്കും. റിഫ്ലക്സ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റിഫ്ലക്സ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 360 മൈനസ് θ1. ഇവിടെ θ1 ആയതുകൊണ്ട് 360 മൈനസ് θ1 എന്ന് പറഞ്ഞാൽ θ2 ആയിരിക്കും. നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. Congruent arcs of a circle subtend equal angles at the center. നമുക്ക് എന്താ പറയുന്നത്? ഒരു സർക്കിൾ തന്നിട്ടുണ്ട്, ഇതും ഇതും കോൺഗ്രുവന്റ് ആയ രണ്ട് ആർക്സ് ആണ്. എ ബി സി പി ക്യു ആർ എന്ന് പറഞ്ഞ രണ്ട് കോൺഗ്രുവന്റ് ആർക്സ് ആണ് തന്നിട്ടുള്ളത്. അത് ഈ സെന്ററിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും? സബ്റ്റൻഡ് ഈക്വൽ ആയ ആംഗിൾസ് അറ്റ് ദ സെന്റർ എന്നാണ്. ഇഫ് എ ബി സി ആൻഡ് PQR are congruent, then implies θ1 equal to θ2. അതായത് അത് രണ്ടും ഈക്വൽ ആംഗിൾസ് ആണ് സെന്ററിൽ ക്രിയേറ്റ് ചെയ്യാന്നാണ് പറയുന്നത്. അടുത്ത ടോപ്പിക് നോക്കാം. ആംഗിൾ സബ്റ്റൻഡഡ് ബൈ എ കോർഡ് ഓഫ് എ സർക്കിൾ അറ്റ് ഇറ്റ്സ് സെന്റർ ഈസ് ഈക്വൽ ടു ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ കോറസ്പോണ്ടിങ് മൈനർ ആർക്ക് അറ്റ് ദ സെന്റർ. നമുക്കൊരു കോഡ് തന്നിട്ടുണ്ട്, എ ബി എന്ന് പറഞ്ഞ കോഡ്. എ ബി എന്ന് പറഞ്ഞ കോഡും ഇവിടെ പി. ആംഗിൾ ബൈ കോഡ് ഈക്വൽ ടു θ1. ആംഗിൾ സബ്റ്റൻഡഡ് ബൈ കോഡ് എ ബി ഈക്വൽ ടു θ1. അപ്പോൾ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ആർ എ പി ബി എന്താ? അതും θ1 തന്നെയാണെന്നാണ് പറയുന്നത്. Angle subtended by chord of a circle at its center is equal to the angle subtended by the corresponding minor arc at the center. AB എന്ന് പറയുന്ന കോഡ് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളും എ പി എന്ന് പറയുന്ന ആർക്ക് ഉണ്ടാക്കുന്ന ആംഗിളും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. നമുക്ക് അടുത്ത തിയറം നോക്കാം. The angle subtended by an arc at its center is double the angle subtended by it at any point on the remaining part of the circle. നമുക്ക് ആദ്യം കേസ് 1 ഉണ്ട്. എന്താ? എ ബി എന്ന് പറഞ്ഞത് ഈസ് മൈനർ ആർക്ക്. കേസ് 2 ഉണ്ട്. എന്താ? എ ബി എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്.
കേസ് 3 ഉണ്ട്. എ ബി എന്ന് പറയുന്നത് മേജർ ആർക്കാണ്. ഇങ്ങനെ 3 കേസസ് ഉണ്ട്. ഒന്നുകൂടി പറയാം. ആദ്യം ഇവിടെയാണ് എ, ഇവിടെ ബി, എ പി ബി എന്ന് പറഞ്ഞ ഇതാണ്. ഇങ്ങനെയാണ് ഉള്ള ഫിഗർ എന്ന് വിചാരിച്ചോളൂ. അതിലേക്ക് ഇങ്ങനെയാണ് കേസ് 1. എ ബി ഈസ് മൈനർ ആർക്ക്. അപ്പൊ നമുക്ക് ഇത് കണക്ട് ചെയ്തും കൊണ്ട് ഇവിടെ സി എന്ന് വരയ്ക്കാം. ഇനി എ ബി ഇസ് ഡയമീറ്റർ ആയിട്ടുള്ളത് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ, ഇങ്ങനെ വരയ്ക്കാം. അപ്പോഴും ഇത് സെൻട്രൽ കൂടെ പോവും. സി ഇതെന്താ ഒ, എ ബി ക്യൂ, ഇവിടെ പി. പിന്നെ മൂന്നാമത്തെ കേസ് എന്താ, എ ബി ഈസ് മേജർ ആർക്ക്. മൂന്നാമത്തെ കേസ് എടുത്തു. മേജർ ആർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന പോയിന്റ്. ഈ ആംഗിൾ എ ബി, ഇവിടെ പി, ഇവിടെ ക്യൂ, ഇവിടെ എന്താ സി, ഇവിടെ ഒ. നമുക്ക് എന്ത് പറയാൻ പറ്റും, ആംഗിൾ ബി ഒ സി ഈക്വൽ ടു ആംഗിൾ ഒ ബി ക്യൂ പ്ലസ് ആംഗിൾ ഒ ക്യൂ ബി എന്ന് പറയാം. കാരണം എന്താ, എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ദ സം ഓഫ് റിമോട്ട് interior angles. Exterior angle is the sum of remote interior angles എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് അത് അങ്ങനെ എഴുതാം. പിന്നെ നമുക്ക് എന്ത് എഴുതാം, കൺസിഡർ ട്രയാങ്കിൾ ഒ ബി ക്യൂ. അങ്ങനെയാണെങ്കിലോ ഒ ബി ഈക്വൽ ടു ഒ ക്യൂ ആണ്, റേഡിയേ ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഒ ബി ക്യൂ ഈക്വൽ ടു ആംഗിൾ ഒ ക്യൂ ബി. നമ്മൾ തിയറം പഠിച്ചിട്ടുണ്ട്. എന്താ, ഐസോസെലസ് ട്രയാങ്കിളിൽ ആംഗിൾസ് ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ എന്ന് നമ്മൾ തിയറം പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ തിയറം ഇവിടെ എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആംഗിൾ ബി ഒ സി ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ ഒ ക്യൂ ബി എന്ന് എഴുതാം. അതേപോലെ സിമിലർലി എന്ത് എഴുതാം, ആംഗിൾ എ ഒ സി ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ എ ക്യൂ ഒ എന്ന് എഴുതാം. എ ക്യൂ ഒ. അപ്പോൾ 1 2 ആഡ് ചെയ്യാം. ഇതും ആഡ് ചെയ്യാം. 1 + 2 എന്താ കിട്ടിയത്, എ ഒ സി, ആംഗിൾ എ ഒ സി പ്ലസ് ആംഗിൾ ബി ഒ സി ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ ഒ ക്യൂ ബി പ്ലസ് ആംഗിൾ എ ക്യൂ ഒ. ആംഗിൾ ഒ ക്യൂ ബി പ്ലസ് ആംഗിൾ എ ക്യൂ എന്താ, ആംഗിൾ എ ക്യൂ ബി ആണ്. അപ്പോൾ 2 ഇൻറ്റു ആംഗിൾ എ ക്യൂ ബി എന്ന് കിട്ടി. സി പ്ലസ് ആംഗിൾ ബി ഒ സി എന്ന് പറഞ്ഞാൽ ആംഗിൾ എ ഒ ബി ആണ്. അപ്പോൾ ഡബിൾ ആണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. നമുക്ക് അടുത്ത തിയറം നോക്കാം. ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ. ഒരേ സെഗ്മെന്റിലുള്ള ആംഗിൾസ് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ ഇതിൽ പഠിച്ചു, ആർക്സിന്റെ കേസിലും കോണിന്റെ കേസിലൊക്കെ പഠിച്ചു. അത് സെഗ്മെന്റിന്റെ കേസിലും അപ്ലിക്കബിൾ ആണെന്നാണ് പറയുന്നത്. ആദ്യം സെഗ്മെന്റ് എന്താണെന്ന് ഒന്നുകൂടി നോക്കാം. ഇത് മേജർ സെഗ്മെന്റ്, ഇത് മൈനർ സെഗ്മെന്റ്. മേജർ സെക്ടർ എങ്ങനെയാ, സെക്ടർ എന്ന് പറയുമ്പോൾ സെന്ററുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. സെഗ്മെന്റിന് സെന്ററുമായിട്ട് കണക്റ്റഡ് ആയിരിക്കില്ല, സെക്ടറിൽ സെന്ററുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് അത് രണ്ടും അടുപ്പിച്ച് വെച്ചിട്ട് ഞാൻ വരച്ച് കാണിച്ചു തന്നു. നമുക്ക് അടുത്ത തിയറം നോക്കാം. If a line segment joining 2 points subtend equal angles at 2 other points lying on the same side of the line containing the line segment, the 4 points lie on a circle എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്, ആദ്യം നമുക്ക് സർക്കിൾ ഉണ്ട്, അതിലൊരു ലൈൻ സെഗ്മെന്റ് ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. എ ബി എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെന്റ് ഉണ്ട്. അതിന്റെ ഒരേ ഭാഗത്ത് points obtain equal angles at 2 other points lying on the same side of a line എന്ന് പറയുന്നത്. APB angle APB equal to angle
എ ക്യു ബി തന്നിട്ടുണ്ട്. ഇത് ക്യൂ ആണ്. ആംഗിൾ എ പി ബി ഈക്വൽ ടു ആംഗിൾ എ ക്യു ബി ലൈൻ ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ലൈൻ കണ്ടെയ്നിങ് ദ ലൈൻ സെഗ്മെന്റ്. രണ്ടും സെയിം സൈഡിലല്ലേ. ദ 4 point ലൈൻ ആണ് സർക്കിൾ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തെടുക്കും? ഇത് പുറത്തുള്ള ലൈനിന്റെ പുറത്തും ലൈനിന്റെ അകത്തുള്ള 2 പോയിന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യും. എന്നിട്ട് അത് പറ്റില്ല എന്ന് പറയാണ് നമ്മൾ ചെയ്യാം. നമുക്ക് സൈക്ലിക് കോർഡിനേറ്റർ എന്താണെന്ന് നോക്കാം. സൈക്ലിക് കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ എ ബി സി ഡി. എ ബി സി ഡി എന്ന് പറഞ്ഞ സൈക്ലിക് കോർഡിനേറ്ററിന് എ ബി സി ഡി is cyclic if all the vertices fall on the circle. Vertices ഒക്കെ സർക്കിളിന്റെ മുകളിലാണെങ്കിൽ മാത്രമാണ് അതിനെ സൈക്ലിക് കോർഡിനേറ്റർ എന്ന് പറയാം. ഇപ്പൊ നമുക്ക് അടുത്ത തിയറം നോക്കാം. The sum of either pair of opposite angles of a cyclic quadrilateral is 180 degree. എന്താ പറയുന്നത്? ഒരു pair of opposite angles ന്റെ സം എടുത്താൽ 180 ആയിരിക്കുന്നു. ആംഗിൾ ഡി എ ബി പ്ലസ് ആംഗിൾ ഡി സി ബി എന്ന് പറയുന്നത് എത്ര? 180 ആയിരിക്കും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഏതാ? ഓർ ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ എ ഡി സി ഈക്വൽ ടു 180 ഡിഗ്രി. ആ രണ്ട് ആംഗിൾസ് എടുത്താൽ 180 ആയിരിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് അടുത്ത തിയറം നോക്കാം. If the sum of a pair of opposite angles of a quadrilateral is 180, the quadrilateral is cyclic. അപ്പം ആംഗിൾ എ എന്ന് പറഞ്ഞതും ആംഗിൾ സി എന്ന് പറഞ്ഞതും 180 ആണെങ്കിൽ ഇംപ്ലൈസ് എ ബി സി ഡി ഈസ് സൈക്ലിക്. ഇവിടെ എ എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് പറയും? ആംഗിൾ ഡി എ ബി എന്ന് പറയും. ഡി എ ബി. ആംഗിൾ സി എന്ന് പകരം ഡി സി ബി എന്നും പറയും. ഡി എ ബിയും ഡി സി ബി ആഡ് ചെയ്ത 180 ഇട്ടാണെങ്കിൽ എ ബി സി ഡി സൈക്ലിക് എന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഫിഗർ എ ബി ഇസ് ദ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ, സി ഡി ഇസ് എ കോർഡ് ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് എ സർക്കിൾ, എ സി ആൻഡ് ബി ഡി വെൻ എക്സ്റ്റെൻഡഡ് ഇന്റർസെക്ട് അറ്റ് എ പോയിന്റ് ഇ. പ്രൂവ് ദാറ്റ് ആംഗിൾ എ ബി ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ജോയിൻ ഒ സി ഒ ഡി ആൻഡ് സി ബി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സി ഡി ഈക്വൽ ടു ഒ സി ഈക്വൽ ടു ഒ ഡി. എന്താ കാരണം? റേഡിയായി. ഇംപ്ലൈസ് ട്രയാങ്കിൾ ഒ സി ഡി ഈസ് ഇക്വിലാറ്ററൽ. ട്രയാങ്കിൾ ഒ സി ഡി ഈസ് ഇക്വിലാറ്ററൽ എന്ന് കിട്ടി. അപ്പം നമുക്ക് എന്ത് പറയാം? ആംഗിൾ സി ഒ ഡി ഈക്വൽ ടു 60 എന്ന് പറയാം. സി ഒ ഡി 60 ആണ്. ആംഗിൾ സി ബി ഡി എന്തായിരിക്കും? ഹാഫ് ഓഫ് ആംഗിൾ സി ഒ ഡി ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് പറയാം. സി ബി ഡി ഈക്വൽ ടു 30 ഡിഗ്രി. ഇത് എന്താ കാരണം? ബൈ തിയറം. നമ്മളിപ്പോൾ തിയറം പഠിച്ചിട്ടുണ്ട്. ആ തിയറം വെച്ചിട്ട് നമ്മളത് പറഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത് എന്ത് പറയാം? എ സി ബി ഈക്വൽ ടു 90 ഡിഗ്രി എന്ന്. കാരണം എന്താ? എക്സ്റ്റീരിയർ ആംഗിൾ is the sum of remote interior angles. Exterior angle is the sum of remote interior angles എന്ന് പറയാം. അതുകൊണ്ട് എ സി ബി ഈക്വൽ ടു 90. 60 പ്ലസ് 30 ആണ് 90. ബി സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 180 മൈനസ് ആംഗിൾ എ സി ബി ആണ്. ബി സി ഇ ബി സി എന്ന് പറഞ്ഞാൽ 180 മൈനസ് ആംഗിൾ എ സി ബി ആണ്. കാരണം ലീനിയർ പെയർ. അപ്പം 90 ആണ്. ബി സി കിട്ടി. അപ്പം സി ബി എന്തായിരിക്കും? ആംഗിൾ സി ഇ ബി എന്തായിരിക്കും? 90 മൈനസ് 30 ഈക്വൽ ടു 60 ഡിഗ്രി ആയി. സി ഇ ബി 60 ആണെങ്കിൽ നമുക്ക് എ ഇ ബി എത്രയായിട്ട് പറയാം? 60 ആണെന്ന് പറയാം. സി ഇ ബി എന്ന് പറഞ്ഞതും എ ഇ ബി എന്ന് പറഞ്ഞതും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് എ ഇ ബി ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് പറയാം. അപ്പോൾ നമുക്ക് ചോദിച്ചത് എന്താ? പ്രൂവ് ദാറ്റ് എ ബി ഈക്വൽ ടു 60. ചോദിച്ചതിലേക്ക് എത്തി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഫിഗർ എ ബി സി ഡി ഇസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഇൻ വിച്ച് എ സി ആൻഡ് ബി ഡി ആർ ഇറ്റ്സ് ഡയഗണൽസ്. ഇഫ് ആംഗിൾ ഡി ബി സി ഈക്വൽ ടു 55 ആൻഡ് ആംഗിൾ ബി എ സി ഈക്വൽ ടു 45 ഡിഗ്രി, ഫൈൻഡ് ആംഗിൾ ബി സി ഡി. എന്താ പറഞ്ഞിട്ടുള്ളത്? എ ബി സി ഡി പറയുന്നത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അതിൽ എ സി എന്ന് പറയുന്നതും ബി ഡി എന്ന് പറയുന്നതും ഡയഗണൽസ് ആണ്.
ആംഗിൾ ഡി ബി സി ഈക്വൽ ടു 55 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡി ബി സി എന്ന് പറയുന്നത് 55 ആണെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആംഗിൾ ബി എ സി ഈക്വൽ ടു 45 ആണെന്ന് തന്നിട്ടുണ്ട്. ബി എ സി ഈക്വൽ ടു 45. ഫൈൻഡ് ആംഗിൾ ബി സി ഡി ആണ് പറഞ്ഞത്. ഏത് ആംഗിളാ? ഈ ആംഗിളാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്, ബി സി ഡി. അപ്പൊ നമുക്ക് ഈ ആംഗിൾ കിട്ടിയാൽ അത് ഓപ്പോസിറ്റ് ആംഗിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ആംഗിൾ ഡി ബി സി ഈക്വൽ ടു ആംഗിൾ ഡി എ സി എന്ന് പറയാം. ഡി ബി സിയും ഡി എ സിയും ഈക്വൽ ടു 55 ഡിഗ്രി. കാരണം എന്താ? ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ്, ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ആയതുകൊണ്ട് നമുക്ക് അത് ഈക്വൽ ആണെന്ന് പറയാം. അപ്പം ഇത് 55 ആണെന്ന് കിട്ടി. അത് 55 ആണെങ്കിൽ നമുക്ക് ആംഗിൾ ഡി എ ബിനെ നമുക്ക് എന്താ പറയാം? ആംഗിൾ ഡി എ സി പ്ലസ് ആംഗിൾ സി എ ബി ആണ് ഈക്വൽ ടു 55 പ്ലസ് 45. 55 പ്ലസ് 45 എത്രയാ? 100. അപ്പൊ ഡി എ ബി ഈക്വൽ ടു 100 എന്ന് കിട്ടി. ഡി എ ബി ആംഗിൾ ഡി എ ബി പ്ലസ് ആംഗിൾ ഡി ബി സി ഈക്വൽ ടു 180 ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ഇൻ എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആർ സെയിം. അപ്പൊ ഓപ്പോസിറ്റ് ആംഗിൾസ് ഇൻ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആർ സപ്ലിമെന്ററി. അതുകൊണ്ട് അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 180 ആണ് കിട്ടി. അപ്പൊ നമുക്ക് ആംഗിൾ ഡി സി ബിനെ നമുക്ക് എന്താ പറയാം? ഡി സി ബി അല്ല, ഡി എ ബിന് പ്ലസ് ഡി സി ബി. ഡി ബി സി അല്ല, ഡി സി ബി ആണ്. ഡി സി ബി ആംഗിൾ ഡി സി ബി ഈക്വൽ ടു 180 മൈനസ് 100 ഈക്വൽ ടു 80 ഡിഗ്രി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Two circles intersect at 2 points A and B. AD and AC are diameters to the two circles. Prove that B lies on the line segment DC. എന്താ പറഞ്ഞിട്ടുള്ളത്? ആദ്യം ഒരു സർക്കിൾ വന്നിട്ടുണ്ട്, രണ്ടാമത് ഒരു സർക്കിൾ വന്നിട്ടുണ്ട്. അത് രണ്ട് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് ഏതൊക്കെയാ? എയും ബിയും. എ ഡി ആൻഡ് എ സി ആർ ഡയമീറ്റേഴ്സ് ടു ദ ടു സർക്കിൾ. എ ഡി എന്ന് പറയുന്നതും എ സി എന്ന് പറയുന്നതും ഡയമീറ്റേഴ്സ് ആണ്. എ ഡി എ സി. Prove that B lies on the line segment DC. DC എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെന്റ് അതിന്റെ മുകളിലാണ് ബി എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ നമുക്ക് എന്തൊക്കെ പറയാം? ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? ജോയിൻ എ ബി. എ ബി ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് കിട്ടി. അങ്ങനെയാണെങ്കിലോ ആംഗിൾ എ ബി ഡി ഈക്വൽ ടു 90 ഡിഗ്രി. കാരണം എന്താ? ആംഗിൾ ഇൻ എ സെമി സർക്കിൾ. എ ബി ഡി ഈക്വൽ ടു 90 ഡിഗ്രി, ആംഗിൾ ഇൻ എ സെമി സർക്കിൾ. അതുകൊണ്ട് 90 ആണ് കിട്ടി. അതേപോലെ ആംഗിൾ എ ബി സി എന്താ? 90 ഡിഗ്രി. സെയിം റീസൺ, കാരണം 90 ഡിഗ്രി. നമുക്ക് ആംഗിൾ എ ബി ഡി പ്ലസ് ആംഗിൾ എ ബി സി എന്താ? 90 പ്ലസ് 90 ഈക്വൽ ടു 180 ഡിഗ്രി. Angle ABD and angle ABC are adjacent angles എന്ന് പറയാം. Implies B lies on DC. Adjacent angles ആണ്, അത് 180 ആണ്. അപ്പൊ നമുക്ക് അത് ലീനിയർ പെയർ ആണെന്ന് പറയാം. ലീനിയർ പെയർ ആണെങ്കിൽ B lies on DC എന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Prove that the quadrilateral formed, if possible, by the internal angle bisectors of any quadrilateral is cyclic. നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട്, എ ബി സി ഡി എന്ന് പറഞ്ഞുള്ള ക്വാഡ്രിലാറ്ററൽ ഒന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ബൈസെക്ടർ എടുക്കാണ് വിചാരിച്ചോളൂ. ഇതിന്റെയും 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 അങ്ങനെ ബൈസെക്ടർ എടുത്തിട്ട് നമ്മൾ ഒരു ക്വാഡ്രിലാറ്ററൽ ഫോം ചെയ്തു. ഇന്റേണൽ ആംഗിൾ ബൈസെക്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ ക്വാഡ്രിലാറ്ററൽ ഫോം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇ എഫ് ജി എച്ച് എന്ന് പറയുന്നത് വി ഹാവ് ടു ഷോ ദാറ്റ് ഇ എഫ് ജി എച്ച് ഈസ് സൈക്ലിക്. ഇ എഫ് ജി എച്ച് എന്ന് പറയുന്നത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം.
AH is angle bisector of angle BAD. BF is angle bisector of angle ABC. AH is angle bisector of BAD. BF is angle bisector of angle ABC. CF is angle bisector of angle DCB. DH is angle bisector of angle DH എന്ന് പറയുന്ന angle bisector of angle ADC. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? angle FEH equal to angle AEB എന്ന് പറയാം. കാരണം എന്താ? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആയതുകൊണ്ട് അത് ഈക്വൽ ആണെന്ന് നമുക്ക് അറിയാം. AEB എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വൽ ടു AEB എന്ന് പറഞ്ഞാൽ FH ഈക്വൽ ടു AEB എന്ന് പറഞ്ഞാൽ എന്താ? 180 മൈനസ് ആംഗിൾ BAE പ്ലസ് ആംഗിൾ ABE. BAEൻ്റെയും ഈ ആംഗിളിൻ്റെയും സമ്മ് മൈനസ് ചെയ്താൽ ആണ് ഇത് ആംഗിൾ കിട്ടുക, ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചിട്ട്. അപ്പം BAE എന്ന് പറഞ്ഞാൽ എന്താ? BAE എന്ന് പറഞ്ഞാൽ 180 മൈനസ് ഹാഫ് ഓഫ് ആംഗിൾ A പ്ലസ് 180 മൈനസ് ഹാഫ് ഓഫ് ആംഗിൾ ABE എന്ന് പറഞ്ഞാൽ എന്താ? ABE എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് ആംഗിൾ B ഈക്വൽ ടു 180 മൈനസ് ഹാഫ് ഓഫ് ആംഗിൾ A പ്ലസ് ആംഗിൾ B. ആംഗിൾ FGH എന്ന് പറഞ്ഞാൽ എന്താ? FGH എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ, അത് ഈക്വൽ ടു ആംഗിൾ CGD ആണ്. അതും ഇതേപോലെ എഴുതാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഹാഫ് ഓഫ് അല്ല 180 മൈനസ് ഹാഫ് ഓഫ് ആംഗിൾ C പ്ലസ് ആംഗിൾ D എന്ന് എഴുതാം. ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. 1 പ്ലസ് 2 ചെയ്യുകയാണെങ്കിൽ ആംഗിൾ FEH പ്ലസ് ആംഗിൾ FGH ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 180 പ്ലസ് 180 എന്ന് കിട്ടും, മൈനസ് ഹാഫ് ഓഫ് ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C പ്ലസ് ആംഗിൾ D എന്ന് കിട്ടും. ഈക്വൽ ടു 180 പ്ലസ് 180 360 മൈനസ് ഹാഫ് ഓഫ് ABCD. 4 ആംഗിൾസ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 360 ആണ് കിട്ടുക. അപ്പോൾ 360 മൈനസ് ഹാഫ് ഓഫ് 360 പറഞ്ഞാൽ 180 ഡിഗ്രി ആണെന്ന് കിട്ടി. ആംഗിൾ FEH ആംഗിൾ FGH ആഡ് ചെയ്താൽ 180 ആണെന്ന് നമുക്ക് കിട്ടി. സിൻസ് ആംഗിൾ FEH പ്ലസ് ആംഗിൾ FGH ഈക്വൽ ടു 180, the quadrilateral EFGH is cyclic. അത് രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് ആയതുകൊണ്ട് അത് ആഡ് ചെയ്താൽ 180 കിട്ടി. ആ ക്വാഡ്രാറ്റർ സൈക്ലിക് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനും പറ്റും.